ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൃപയുടെ നീർച്ചാലുകളിൽ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാമത്തെ അധ്യായത്തിലേക്ക് ഇതാ ഈ ദിവസത്തിൽ ഷാലോം ടിവിയിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 5-ാം അധ്യായത്തിൽ എത്ര വലിയ രഹസ്യങ്ങളാണ് ഈശോ നമ്മെ പഠിപ്പിച്ചത്. കൃപയാണ് വാസ്തവത്തിൽ നമ്മെ നിലനിർത്തിയിരിക്കുന്നത്. നാം അവിടുത്തെയിൽ നീതിയാകേണ്ടതിന് പിതാവായ ദൈവം അവിടുത്തെ നമുക്ക് വേണ്ടി, ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപമാക്കി. എത്ര വലിയ ആഴമായ ഒരു സത്യമാണ് ആ വചനത്തിലൂടെ കഴിഞ്ഞ ആഴ്ചയിൽ ഈശോ നമ്മോട് സംസാരിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അടുത്ത ചില നിമിഷങ്ങൾ ടെലിവിഷൻ ചാനലിലൂടെ, ഇന്റർനെറ്റിലൂടെ, യൂട്യൂബിലൂടെ ഒക്കെ നിങ്ങൾ ഈ ശുശ്രൂഷകൾ കാത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, എന്നോടൊപ്പം ഇന്ന് ഈ വചന കേൾവിക്ക് വേണ്ടി മാനസികമായിട്ട് നിങ്ങൾ ഒരുങ്ങണം. നിങ്ങളുടെ വീടുകളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ കൊറിന്തോസുകാർക്ക് എഴുതി 2-ാം ലേഖനം 6-ാം അധ്യായം എടുക്കണം. അല്ലെങ്കിൽ ഞാനിവിടെ വായിക്കുമ്പോൾ അത് കേൾക്കണം. അങ്ങനെ എന്തെങ്കിലും പറയുന്നു കേൾക്കുന്നു എന്നല്ല, നമ്മൾ ഒരുമിച്ച് ഈ വചനം ചിന്തിക്കുകയും ഈ വചനത്തിന്റെ ശക്തിയെ സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വചനം നമ്മളിൽ വലിയ അതിശയമായി മാറുന്നത്. അങ്ങനെയാണ് കർത്താവിന്റെ വലിയ പ്രവൃത്തി നമ്മളിൽ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴിതാ നമ്മൾ പ്രവേശിക്കുകയാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാമത്തെ അധ്യായത്തിലേക്ക്. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന, നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുത് എന്ന് അവിടുത്തെ സഹപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് ഇത് അപേക്ഷിക്കുന്നു എന്ന് പറയുന്നതിന് കാരണം 2 പറയുന്നത്. ഒന്ന്, ഞങ്ങൾ ദൈവത്തിന്റെ സഹപ്രവർത്തകരാണ്. അത് നമ്മൾ തൊട്ടുമേളത്തെ അധ്യായത്തിൽ പഠിച്ചതാണ്. ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിങ്ങളോട് നിരപ്പാകുവാൻ ആവശ്യപ്പെടുകയാണ്. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സ്ഥാനാപതികളാണ്. അതാണ് നമ്മൾ 4-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും എല്ലാം കണ്ടത്. ദൈവത്തിന്റെ സ്ഥാനാപതികളാണ്. ദൈവത്തിന്റെ സ്ഥാനാപതികളായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ സ്ഥാനീയരായി നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് നടത്തുന്ന പ്രബോധനമാണ്. എന്താണ് ആ പ്രബോധനം എന്ന് നോക്കൂ. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുത് എന്ന് അവിടുത്തെ സഹപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന കൃപ, അതാണ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കൃപ കൈവന്നിരിക്കുന്നു. അത് ആവർത്തിച്ച് പറയട്ടെ. നാം കൃപയെ നോക്കിപ്പാർക്കുകയല്ല, കൃപ നമുക്ക് ലഭിക്കുമോ എന്ന് കയ്യെത്താ ദൂരത്ത് നിൽക്കുകയല്ല. നമുക്ക് കൃപ കൈവന്നിരിക്കുന്നു. നമ്മളിലേക്ക് ഈ കൃപയെ കൈവന്നത് വിശുദ്ധ കൂദാശകളിലൂടെയാണ്. ഓരോ കൃപാദാനങ്ങളും നമ്മിലേക്ക് സഭ പരികർമ്മം ചെയ്തു തരുന്നത് വിശുദ്ധമായ കൂദാശകളിലൂടെയാണ്. അത് മാമോദീസയിൽ ആരംഭിച്ച് ഇങ്ങനെ വളരുകയാണ് ആ കൂദാശ ജീവിതം. അത് കുംഭസാരത്തിൽ തുടർന്ന് ഇങ്ങനെ ആ കൂദാശ ജീവിതം വളരുമ്പോൾ എന്താണ് നമ്മൾ സംഭവിക്കുന്നത് അറിയാമോ? നമ്മിലേക്ക് ദൈവത്തിന്റെ കൃപ കൈവരികയാണ്. കാരണം ദൈവത്തിന്റെ അദൃശ്യമായ വരദാനത്തിന്റെ ദൃശ്യമായ അടയാളങ്ങളാണ് കൂദാശകൾ എന്നാണ് വിശുദ്ധ അഗസ്റ്റിനോസ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ അദൃശ്യമായ വരദാനത്തെ നമ്മിലേക്ക് ദൃശ്യവൽക്കരിക്കുകയാണ്, നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. എങ്ങനെ? കൂദാശകളിലൂടെ. അത് തന്നെയാണ് ഈ വചനത്തെ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കി കളയും. നിങ്ങൾക്ക് വലിയൊരു കൃപ ലഭിച്ചിരിക്കുന്നു. യു ഹാവ് റിസീവ്ഡ് ദ ഗ്രേസ് ഇൻ അബൻഡൻസ്. വലിയ കൃപ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നു. ഇത് എന്നോട് ചേർന്നൊന്ന് പറയാമോ? എനിക്കൊരു വലിയ കൃപ കൈവന്നിരിക്കുന്നു. പല സന്ദർഭങ്ങളിൽ ഈ കിട്ടിയതിന്റെ മഹത്വം നമ്മൾ കാണാതെ കിട്ടാനുള്ളതിനെ കുറിച്ചുള്ള ആശങ്കയിൽ, ആകുലതയിൽ നമ്മുടെ മനസ്സ് നിറയുന്നവരായിട്ട് ഞാൻ നിങ്ങളൊക്കെ മാറാറുണ്ട്. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്, നമുക്ക് കൃപ കൈവന്നിരിക്കുന്നു, നമുക്ക് കൃപ ലഭിച്ചിരിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപ ഇനി വ്യർത്ഥമാക്കി കളയരുത്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് കൈവന്നിരിക്കുന്ന കൃപയെ നമുക്ക് വ്യർത്ഥമാക്കാം എന്നല്ല എന്റെ അർത്ഥം. വ്യർത്ഥമാക്കി കളയരുത് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? വേണമെങ്കിൽ നമുക്ക് കൈവന്നിരിക്കുന്ന കൃപയെ നമുക്ക് വ്യർത്ഥമാക്കി കളയാം. എങ്ങനെയാണ് നമുക്ക് കൈവന്നിരിക്കുന്ന കൃപയെ നമുക്ക് വ്യർത്ഥമാക്കി കളയാൻ കഴിയുന്നത്? ഈ വിഷയത്തിലും ഇവിടെ പറയുന്ന കുറച്ച് വാക്യങ്ങൾ ഒരുപക്ഷെ വലിയ ഉൾക്കാഴ്ച നമുക്ക് നൽകിയേക്കാം. നോക്കൂ, നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കി കളയരുത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കൃപ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമുക്ക് വ്യർത്ഥമാക്കാൻ? ദൈവം തന്നിരിക്കുന്ന കൃപയെ പിൻവലിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. അതാദ്യമേ മനസ്സിലാക്കുക. ദൈവം ഒരിക്കൽ തന്നിട്ട്
ഇണങ്ങുമ്പോൾ തന്നിട്ട് പിണങ്ങുമ്പോൾ എടുത്തോണ്ട് പോകുന്നില്ല. അത് മനുഷ്യന്റെ പരിപാടിയാണ്. നിങ്ങളെ സ്നേഹിക്കുമ്പോൾ ആൾക്കാർ നിങ്ങൾക്കെല്ലാം തരും, നിങ്ങളെ വെറുത്ത് കഴിയുമ്പോൾ അതെല്ലാം തിരികെ ചോദിക്കും. ഇത് മനുഷ്യന്റെ പരിപാടിയാണ്. മുന്നറിവില്ലാത്ത മനുഷ്യനാണ് ഇണങ്ങുമ്പോൾ തന്നിട്ട് പിണങ്ങുമ്പം തിരിച്ചെടുക്കുന്നത്. എന്നാൽ മുന്നറിവുള്ള ദൈവത്തിന്, സകലവും മുന്നമേ അറിയാവുന്ന ദൈവത്തിന്, എൻ്റെ ഇരിപ്പും നടപ്പും കിടപ്പും എൻ്റെ സകല വിചാര ചിന്തകളെ അറിയാവുന്ന ദൈവത്തിന് എനിക്ക് തന്നിട്ട് തിരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം തരും മുമ്പേ സ്വീകരിക്കുന്ന ഞാൻ എന്താകുമെന്ന് എൻ്റെ ഭാവി അവിടത്തേക്ക് അറിയാം. വ്യക്തമായിട്ട് പറയാം, ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഇണങ്ങുമ്പോൾ തരിക, പിണങ്ങുമ്പോൾ തിരിച്ചെടുക്കുക. ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. ദൈവം അങ്ങനെ ചെയ്യുന്നുവെന്ന് മനുഷ്യന്റെ ചിന്താഗതികളിൽ നിൽക്കുന്ന നാം തെറ്റിദ്ധരിക്കാറുണ്ടെങ്കിലും ദൈവം അവിടുത്തെ ദാനങ്ങളെ കുറിച്ച് അനുദപിക്കുന്നില്ല. കാരണം ദൈവം തന്റെ മുന്നറിവിലാണ് എല്ലാം തരുന്നത്. തരും മുമ്പേ, അല്ലെങ്കിൽ ഞാൻ സ്വീകരിക്കും മുമ്പേ, സ്വീകരിക്കുന്ന ഞാൻ എപ്പോൾ നിൽക്കും, എപ്പോൾ വീഴും, എപ്പോൾ എഴുന്നേൽക്കും, ഇതെല്ലാം ദൈവത്തിന് മുന്നറിവുണ്ട്. അഥവാ ദൈവം തന്ന ഏതെങ്കിലും ദാനങ്ങൾ പിന്നീട് ദൈവം അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനെ പിൻവലിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം മുന്നറിവില്ലാതെ അത് തന്നു എന്നല്ലേ. അപ്പോൾ ദൈവം ദാനങ്ങളെ കുറിച്ച് അനുദപിക്കുന്നില്ല. ഇത് തന്നെയാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വചനത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കി കളയരുത്. നമ്മളോട് പറയുകയാണ്. കാരണം ദൈവം കളയുന്നില്ല, നമ്മളാക്കി, നമ്മൾക്ക് വേണമെങ്കിൽ അതിനെ വ്യർത്ഥമാക്കി കളയാം. പക്ഷെ നമ്മളോട് ആവശ്യപ്പെടുകയാണ് അതിനെ വ്യർത്ഥമാക്കി കളയരുതെന്ന്. അത് തന്നെയാണ് നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇത് വ്യർത്ഥമാക്കി കളയുന്നതെന്ന് ചോദിക്കുക. അപ്പം പിന്നീട് അപ്പോസ്തലൻ പറയുന്നത്, ദ സീരിയസ്നെസ് ഓഫ് ഗ്രേസ് വിച്ച് യു ഹാവ് ബീൻ റിസീവ്ഡ്. നിങ്ങൾ സ്വീകരിച്ച കൃപയുടെ എത്ര വലിപ്പമാണ്, എത്ര വലുതാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന കൃപ. അതാണ് താഴെ പറയുന്നത്. അവിടുന്ന് അരുൾ ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഇപ്പൊ ഇത് സ്വീകാര്യമായി, ഇത് വാസ്തവത്തിൽ പ്രവചന പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ആ ഉദ്ധരണിയില് ഇത് വ്യക്തമായിട്ട് പറയുകയാണ്, ഇതാ സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഇതാണ് ദൈവത്തിന്റെ സന്ദേശം. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ ദിവസം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഇത് വ്യക്തിപരമായിട്ട് നമുക്കൊന്ന് സ്വീകരിച്ച് പറയാം. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. സ്വീകാര്യമായ സമയം, രക്ഷയുടെ ദിവസം. അത് ഉദ്ധരണിയായിട്ട് എടുത്തിട്ടെങ്കിലും അതിലൂടെ വലിയൊരു ആശയം അതിലൂടെ അവതരിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അവിടുന്ന് അരുൾ ചെയ്യുന്നു, പിതാവായ ദൈവം പറയുകയാണ്, അവിടുന്ന് അരുൾ ചെയ്യുന്നു, ഇത് സ്വീകാര്യമായ സമയമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഒരു 4 വാഗ്ദാനങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞ് സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ. അതാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. ഒന്ന്, ഇത് സ്വീകാര്യമായ സമയമാണ്, ആ സമയത്ത് ദൈവം നിന്റെ പ്രാർത്ഥന കേൾക്കുന്നു. രണ്ടാമത്തത് വീണ്ടും പറയാണ്, ഇത് രക്ഷയുടെ ദിവസമാണ്, ഞാൻ നിന്നെ സഹായിക്കും, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കും. വീണ്ടും ആദ്യത്തേത് എടുത്തു പറയാണ്, ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയമാണ്, ഇതാ ഇപ്പം രക്ഷയുടെ ദിവസമാണ്. സ്വീകാര്യമായ സമയത്ത്, രക്ഷയുടെ ദിവസത്തില് ദൈവം 2 കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയാണ്. ഒന്ന്, ഞാൻ നിന്നെ സഹായിക്കും, ഇപ്പോൾ ഇതാ ഞാൻ നിന്നെ രക്ഷിക്കും. ഈ 4 കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ. ഇത് രക്ഷയുടെ ദിവസം. കർത്താവേ, അനേകരുടെ ജീവിതത്തിൽ ഇത് രക്ഷയുടെ ദിവസമാക്കി മാറ്റണമേ. അതാണ് ഈ വചനം നമ്മോട് സംസാരിക്കുന്നത്. വീണ്ടും 3-ാമത്തെ വചനം പറയുകയാണ്, ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധമാകുന്നില്ല. ഇത് പൗലോസ്ലീഹ തന്നിലേക്ക് തന്നെ തിരിഞ്ഞ് അപ്പോസ്തോലികത്വത്തിന്റെ പരമാധികാരം ദൈവം തന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു, അതിന് വിഘ്നം വരാതെ താൻ ശുശ്രൂഷിക്കുന്നു എന്ന ചിന്ത പറയുവാനായിട്ട് പോവുകയാണ്. ആദ്യത്തെ 2 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാല്, ദൈവം രക്ഷയുടെ ദിവസത്തില് ദൈവം പ്രാർത്ഥന കേട്ട് രക്ഷയുടെ ദിവസത്തിൽ നിന്നെ സ്വീകാര്യമായ സമയവും രക്ഷയുടെ ദിവസവും വന്നിരിക്കുന്നു. ദൈവത്തിന്റെ സ്വീകാര്യമായ സമയവും ദൈവത്തിന്റെ രക്ഷയുടെ ദിവസവും വന്നിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ പ്രാർത്ഥന കേൾക്കുകയും നിന്നെ ഞാൻ സഹായിക്കുകയും ചെയ്യും. അങ്ങനെ എൻ്റെ കൃപ നിന്നിലേക്ക് വരുന്നു. എന്നിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്, ഇത് ആ കൃപ നമുക്ക് എന്ത് ചെയ്യണ്ട, വ്യർത്ഥമാക്കി കളയണ്ട. എങ്ങനെയാണ് കൃപ വ്യർത്ഥമാക്കാൻ കഴിയുന്നത്? ഈ കൃപ വ്യർത്ഥമാക്കാൻ കഴിയുന്ന പല തരത്തിൽ നമുക്ക് ഈ കൃപ വ്യർത്ഥമാക്കാൻ കഴിയും. എന്നാൽ ആദ്യമേ വ്യർത്ഥമാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്. അതായത്, എനിക്ക് ലഭിച്ചതിനെ ഞാൻ വിലയില്ല എന്ന് കണ്ട് അതിനെ തിരസ്കരിക്കുക. അവിടെ ദൈവമല്ല കുറ്റക്കാരൻ, ഞാൻ മാത്രമാണ് കുറ്റക്കാരൻ.
ഞാനാണ് അവിടെ കുറ്റം ചെയ്യുന്നത്. ദൈവം തൻ്റെ കൃപാവരത്തെ എന്നിലേക്ക് വിന്യസിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ കൃപാധനത്താൽ അവിടെ തന്നെ പൊതിഞ്ഞിരിക്കുന്നു. എന്നാൽ എനിക്ക് വേണമെങ്കിൽ അതിനെ വിലയില്ലാത്തതായി കണ്ട് അതിൽ നിന്ന് ഓടിയൊളിക്കുകയോ മാറി നിൽക്കുകയോ ചെയ്യാം. അപ്പൊ ഇവിടെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഇല്ലവേയില്ല, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. എന്തിനെ? അവിടുത്തെ ധനത്തെ ആഴമായി കാണുകയും അവിടുത്തെ സ്നേഹിക്കുകയും ചെയ്യുവാനായിട്ട്. അതാണ് ഈ വചനം നമ്മോട് വീണ്ടും ആവശ്യപ്പെടുന്നത്. അവിടെ നമ്മോട് അരുൾ ചെയ്യുകയാണ്, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കാനായി അടുത്തു വന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ വലിയ സഹായത്തിന്റെ കരമിതാ നമ്മുടെ ഭവനങ്ങളിലേക്ക് അടുത്തു വന്നിരിക്കുകയാണ്. എന്നെ ആരും സഹായിക്കാനില്ല എന്ന് ഇനി പറയണ്ട. ഇതാ ദൈവം തന്നെ പറയുകയാണ്. 2 കൊറിന്തോസ് 6:2 അവിടുന്ന് അരുൾ ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്യും. ദൈവം സഹായിക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ഞാനാണ് തീരുമാനിക്കേണ്ടത്, ഞാനതിനെ വ്യർത്ഥമാക്കി കളയുന്നോ അതോ ഞാനിതിനെ സ്വീകരിക്കുന്നുവോ? ഒന്നുകൂടെ ഞാൻ ദൈവം സഹായിക്കാനായിട്ട് അടുത്ത് വന്നിരിക്കുകയാണ്. ദൈവം കൈ നീട്ടുന്നു. ആ കൈയെ ഇനി പിടിക്കണോ വേണ്ടയോ എന്ന് നീയാണ് തീരുമാനിക്കുന്നത്. ദൈവം അടിച്ചേൽപ്പിക്കുന്നില്ല. എൻ്റെ സ്വകാര്യതയിലോ എൻ്റെ ഇഷ്ടങ്ങളിലോ ദൈവം ഒന്നിനെയും അടിച്ചേൽപ്പിക്കുന്നില്ല. രക്ഷപ്പെടാനുള്ള വഴിയെ ദൈവം കാണിച്ചു തരുന്നു. രക്ഷയുടെ മാർഗം നമ്മെ അറിയിക്കുന്നു. നമ്മെ രക്ഷിക്കാനുള്ള പ്രവൃത്തിയെ അവിടുന്ന് പൂർത്തിയാക്കുന്നു. നമ്മെ രക്ഷിക്കുവാനുള്ള വില അവിടുന്ന് കൊടുക്കുന്നു. നമ്മെ അവിടുന്ന് രക്ഷിച്ചിരിക്കുന്നു. ഇനി നമ്മോട് ദൈവം ആവശ്യപ്പെടുകയാണ്, ഞാൻ നിന്നെ രക്ഷിച്ചു എന്നറിയുകയും ആ രക്ഷയിൽ വളരുകയും. അവിടെയാണ് ഇത് നമ്മൾ ആ കൃപയെ പ്രയോജനപ്പെടുത്തുക, വ്യർത്ഥമാക്കാതെ പ്രയോജനപ്പെടുത്തുകയാണ്. എങ്ങനെയാ കൃപയെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത്? എങ്ങനെയാ വ്യർത്ഥമാക്കുന്നത്? ഇൻവാലിഡായിട്ട് കാണുക, വിലയില്ലാത്തതായി കാണുക. ദൈവപുത്രന്റെ രക്തത്തിന് വിലയില്ല എന്ന് ചിന്തിക്കുക. എന്നെ പവിത്രീകരിച്ച രക്തത്തെ വിശുദ്ധമല്ല എന്ന് പരിഗണിക്കുക. അങ്ങനെയാണ് ഇതിനെ വിലയില്ലാത്തതായി കാണുന്നത്. എങ്ങനെയാ ഇതിനെ വ്യർത്ഥമാക്കാതിരിക്കുന്നത്? വ്യർത്ഥമാക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ തിരിച്ചറിയാം, ദൈവമേ എന്നിൽ തന്ന ദാനങ്ങൾക്ക് നന്ദി. അത് കൂടുതൽ അനുഭവിക്കാൻ എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും ഇതാ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അതൊരു വിലയേറിയ ആ സമർപ്പണത്തിന്റെ മധ്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? കൃപയുടെ ഒരു വലിയ വർധനവ് തന്നെ നമ്മിലേക്ക് വ്യാപിക്കുവാനും വ്യാപരിക്കുവാനും ഇടവരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കൃപയെ വ്യർത്ഥമാക്കാതെ ആ കൃപയെ അടുത്തറിഞ്ഞ് ഇത് രക്ഷയുടെ ദിവസമാക്കി ഇതിനെ പ്രകീർത്തിക്കുകയും ഇത് രക്ഷയുടെ സമയവും ദിവസമാക്കി ഇതിനെ നമ്മൾ തിരിച്ചറിയുക, ഏറ്റെടുക്കുകയും ചെയ്യുക. അതാണ് ഹല്ലേലൂയ. അതാണ് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃതം വ്യർത്ഥമാക്കരുത്. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നത് എങ്ങനെ? അവിടുത്തെ സഹപ്രവർത്തകർ എന്ന നിലയിലാണ് ഞങ്ങൾ ദൈവത്തോടെ, ഞങ്ങൾ വഴിയാണ് ഈ കൃപ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അത് അപ്പോസ്തലന്മാർ പറയാണ്, ഞങ്ങൾ വഴിയാണ് ആ കൃപ നിങ്ങളിലേക്ക്, ഞങ്ങൾ വഴിയാണ് നിങ്ങൾ ഈശോയുടെ സ്നേഹത്തെ അറിഞ്ഞത്. അപ്പോൾ പറയാണ്, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, ഇതിനെ ഇൻവാലിഡാക്കി കളയരുത്. ഇൻവാലിഡ് പല മേഖലകൾ ഇന്ന് ഈ വചനം കേട്ടോണ്ടിരിക്കും. എൻ്റെ ദൈവമേ, എന്നിൽ തന്ന കൃപയുടെ വലിപ്പം ഞാൻ അറിഞ്ഞ് അതിനകത്ത് ജീവിക്കാൻ തുടങ്ങിയോ? അതോ ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല, കൃപാവരങ്ങൾ എന്നിൽ ചൊരിഞ്ഞിട്ടില്ല എന്ന തരത്തിൽ നിരാശയിൽ ബന്ധിതനാണോ ഞാൻ? ഈ ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടത്. ഈ ചിന്ത മനസ്സിലേക്ക് കയറി വരുമ്പോഴാണ് കർത്താവേ ഞാനിതാ അവിടുത്തെ കൃപയിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കൃപയ്ക്കകത്തൊരു വലിയ വർധന ഉണ്ടാവുകയാണ്. അത് തന്നെയാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ വാക്യങ്ങളിൽ മുഴുവൻ പറയുന്നത്. ഒന്നിനും ആർക്കും പ്രതിബന്ധനമാകാതെ മറിച്ച് എല്ലാ വിധത്തിലും ദൈവത്തിന്റെ ദാസന്മാരാണ് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ, ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും ദൈവത്തെ സംശയിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ദൈവത്തെ കൃപ എങ്ങനെ വ്യർത്ഥമാക്കുന്നതെന്ന് അറിയാമോ? ദൈവത്തെ സംശയിച്ചാണ്. ആദ്യത്തേത് വിലയില്ലാത്തതായി കാണുകയാണ്. 2, ദൈവം തന്നിരിക്കുന്ന കൃപ പോരാ എന്ന് തോന്നുകയാണ്, സംശയിക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുന്ന ഈ വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് വായിച്ചുവിടാം. എല്ലാ വിധത്തിലും ദൈവത്തിന്റെ ദാസന്മാരാണ് എന്ന തരത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. വലിയ പീഡനങ്ങളിൽ, വലിയ സഹനത്തിൽ, പീഡനങ്ങളിൽ, ഞെരുക്കത്തിൽ, അത്യാഹിതങ്ങളിൽ, മർദ്ദനങ്ങളിൽ, കാരാഗ്രഹങ്ങളിൽ, ലഹളകളിൽ, അധ്വാനങ്ങളിൽ, ജാഗരണത്തിൽ, വിശപ്പിൽ, അശുദ്ധിയിൽ,
കണ്ടോ, ശുദ്ധിയിൽ, ശുദ്ധതയിൽ, ജ്ഞാനത്തിൽ, ക്ഷമയിൽ, ദയയിൽ, പരിശുദ്ധാത്മാവിൽ, നിഷ്കളങ്ക സ്നേഹത്തിൽ, സത്യമായ വാക്കിൽ, ദൈവത്തിന്റെ ശക്തിയിൽ, വലതുകയിലും ഇടതുകയിലും, നീതിയുടെ ആയുധത്തിൽ, ബഹുമാനത്തിലും അപമാനത്തിലും, സത്കീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. എത്രയാണ് അല്ലെ? ഇപ്പൊ പറയാ, നമുക്കത് അടുത്ത ദിവസം ചിന്തിക്കാൻ തോന്നുന്നു അല്ലെ. പക്ഷെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വരികയാണ്. അപ്പോസ്തലന്മാർ ഇതിലൂടെ എല്ലാം കടന്നു പോവുകയാണ്. ഏതൊക്കെയാണ്? അത്യാഹിതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക. തൊട്ട് മേലെ തൊട്ടേ തുടങ്ങിയാണ്. 4-ാം വാക്യം ഒരു വേണമെങ്കിൽ നിങ്ങൾ വായിച്ചു. പീഡകൾ വരികയാണ്. സഹനങ്ങള്, പീഡകള്, ഞെരുക്കങ്ങള്, അത്യാഹിതങ്ങള്, മർദ്ദനങ്ങള്. 5 അടുത്ത 5 തുടങ്ങിയാണ്. കാരാഗ്രഹങ്ങള്, ലഹളകള്, അധ്വാനങ്ങള്, ജാഗരണങ്ങള്, വിശപ്പ്. അടുത്ത 5 തുടങ്ങിയാണ്. ശുദ്ധതയില്, ജ്ഞാനത്തില്, ക്ഷമയില്, ദയയില്, പരിശുദ്ധാത്മാവില്. അടുത്ത 5 തുടങ്ങിയ നിഷ്കളങ്ക സ്നേഹത്തിൽ, സത്യസന്ധമായ വാക്കിൽ, ദൈവത്തിന്റെ ശക്തിയിൽ, വലതു കൈയിലും ഇടതു കൈയിലും നീതിയുടെ ആയുധത്തിൽ, ബഹുമാനത്തിൽ. അടുത്ത 5 തുടങ്ങിയാണ്. അവമാനത്തിൽ, സത്കീർത്തിയിൽ, ദുഷ്കീർത്തിയിൽ, ഇതിലെല്ലാം ഞങ്ങൾ അഭിമാനിക്കും. 24 കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് പറയുകയാണ്. ഇതിലെല്ലാം ഞങ്ങൾ അഭിമാനിക്കുന്നു. സത്കീർത്തിയിൽ അഭിമാനിക്കുന്നു, ദുഷ്കീർത്തിയിൽ അഭിമാനിക്കുന്നു. ഒറ്റ പോയിന്റിലാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ മേൽ പകർന്ന ദൈവകൃപയെ വ്യർത്ഥമാക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വരുന്ന ഉടനെ അയ്യോ തീർന്നു, അയ്യോ ഇനി എന്നാ ചെയ്യുമെന്ന് പറഞ്ഞ് കട്ടിൽ കീഴെ കയറാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ സാഹചര്യങ്ങളിലേക്കല്ല നോക്കുന്നത്, ഞങ്ങളിൽ വന്നിരിക്കുന്ന ദൈവകൃപയിലേക്കാണ് നോക്കുന്നത്. ഒന്നുകൂടെ പറയാം, ഞങ്ങൾ സാഹചര്യങ്ങളിലേക്കല്ല നോക്കുന്നത്. എന്തെങ്കിലും വരുന്ന ഉടനെ ഞങ്ങൾ നോക്കുന്നത് ഞങ്ങളിൽ വന്നിരിക്കുന്ന ദൈവകൃപയിലേക്കാണ്. Instead of depending and seeing the situation, we are focusing ourselves into the abundance of grace which he has been given. അവൻ നൽകിയ അവിടുത്തെ കൃപയുടെ അത്യന്ത ധനത്തിലേക്കാണ് ഞങ്ങളുടെ ശ്രദ്ധ വരുന്നത്. അപമാനമുണ്ട്, മാനമുണ്ട്, മാനോപമാനങ്ങളുണ്ട് അല്ലേ? ഹല്ലേലൂയ. സത്കീർത്തിയുണ്ട്, അപകീർത്തിയുണ്ട്. ഇതിന്റെ എല്ലാം നടുവില് ജീസസ് മാറ്റിനെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കും നിങ്ങൾ. ഇതിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നവരായിരിക്കും. പീഡകള്, സഹനങ്ങള്, ഞെരുക്കങ്ങൾ, അത്യാഹിതങ്ങള്, മർദ്ദനങ്ങള്, കാരാഗ്രഹം, ലഹള, അധ്വാനം, ജാഗരണം, വിശപ്പ്, ശുദ്ധതയില്, അശുദ്ധയില്, ജ്ഞാനത്തില്, ക്ഷമയില്, ദയയില്, പരിശുദ്ധാത്മാവിൽ, നിഷ്കളങ്കമായ സ്നേഹത്തിൽ, സത്യസന്ധമായ വാക്കിൽ, ദൈവത്തിന്റെ ശക്തിയിൽ, വലതു കൈയിലും ഇടതു കൈയിലും, നീതിയുടെ ആയുധത്തിൽ, ബഹുമാനത്തിലും അപമാനത്തിലും, സത്കീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. വഞ്ചകരെ പോലെ ഞങ്ങളെ കരുതപ്പെടുന്നു. എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ്. ഞങ്ങൾ അറിയപ്പെടാത്തവരെങ്കിലും ഞങ്ങൾ അറിയപ്പെടാത്തവരാണെങ്കിലും അറിയപ്പെടുന്നവരാണ്. മരിക്കുന്നവരാണെങ്കിലും ഇതാ ജീവിക്കുന്നു. ശപിക്കപ്പെട്ടിരിക്കുന്നവരെ പോലെ ആണെങ്കിലും വധിക്കപ്പെടുന്നില്ല. ഞങ്ങൾ ദുഃഖിതരെ പോലെ ആണെങ്കിലും സദാ സന്തോഷിക്കുന്നു. ദരിദ്രരെ പോലെ ആണെങ്കിലും അനേകരെ സമ്പന്നന്മാരാക്കുന്നു. ഒന്നുമില്ലാത്തവരെ പോലെ ആണെങ്കിലും എല്ലാം ആർജിക്കുന്നു. കൊരിന്തോസുകാരെ, ഞങ്ങൾ നിങ്ങളോട് വളരെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറന്നു കാണുകയും ചെയ്യുന്നു. മാനാപമാനങ്ങൾ മരിച്ചവരെ പോലെ എണ്ണപ്പെടുന്നു, കൊല്ലപ്പെടുന്നു, അപമാനിക്കപ്പെടുന്നു. സഹനങ്ങൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, കാരാഗ്രഹങ്ങൾ, വേദനകൾ, മാനാപമാനങ്ങൾ, ഇതിനൊന്നിനും നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന കൃപയെ നഷ്ടപ്പെടുത്താൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അതാണ് ഈ വാക്യത്തില് 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനം. ഞങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുത്. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുത് എന്ന് പറഞ്ഞാൽ, ഈ കൃപയെ കാണാതെ ഇപ്പൊ കടന്നു പോകുന്ന 24 താഴെ വായിച്ച 7 അങ്ങനെ 31 വിഷമങ്ങൾ കണ്ടിട്ട് താടിക്ക് കയ്യും കൊടുത്ത് അയ്യോ തീർന്നു, എന്റെ ദൈവമേ ഇനി എന്നാ ചെയ്യുമെന്നും ചോദിച്ചിരിക്കരുതെന്ന്. സടകുടഞ്ഞെഴുന്നേൽക്ക്. നിങ്ങളിൽ വന്നിരിക്കുന്ന ദൈവകൃപയെ കണ്ണു തുറന്ന് കാണ്. ഇത് കഴിഞ്ഞ് നിങ്ങളുണ്ട്. നിങ്ങളുടെ അധ്യായം തീർന്നു എന്ന് പറഞ്ഞ് കുത്തിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിപ്പിച്ചെടുത്ത് അത് കോമയാക്കി മാറ്റി ദൈവം വീണ്ടും എഴുതി തുടങ്ങും. ഒരു ശക്തിക്ക് നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപയെ വ്യർത്ഥമാക്കി കളയുക. അതിനെ ആശ്രയിക്കുക. ഈ സമയത്ത് അതിനെ ആശ്രയിക്കുക. സന്തോഷത്തിൽ അതിനെ ആശ്രയിക്കുക, സങ്കടത്തിൽ അതിനെ ആശ്രയിക്കുക, സൗഖ്യത്തിൽ അതിനെ ആശ്രയിക്കുക, സഹനത്തിൽ അതിനെ ആശ്രയിക്കുക. കൃപയുടെ നീർച്ചാലുകളിൽ വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളുടെ സാക്ഷ്യങ്ങൾ
എത്ര പേരാണ് ഈ സാക്ഷ്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ കർത്താവ് ചെയ്യുന്ന അതിശയങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ മനസ്സൊരുക്കി നമുക്കത് സ്വീകരിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.